ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിലായിരിക്കാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെ ആദ്യമേ മഹത്വപ്പെടുത്താം. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവനാണെന്ന് കാണിക്കാൻ വേണ്ടി വലിയ സ്ഥാനങ്ങൾക്കും പേരിനും പ്രശസ്തിക്കും പിന്നാലെ ഓടി നമ്മൾ എപ്പോഴെങ്കിലും മടുത്തു പോയിട്ടുണ്ടോ? എപ്പോഴും മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്ത് ഉള്ളിലെ സമാധാനം നഷ്ടപ്പെട്ട് ഉത്കണ്ഠയോടെയാണോ നമ്മളിപ്പോൾ ജീവിക്കുന്നത്? കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ ലോകം പഠിപ്പിക്കുന്ന വിജയത്തിൻ്റെ കപടമായ അളവുകോലുകളെ പൂർണ്ണമായും തിരുത്തി കുറിച്ചുകൊണ്ട് യഥാർത്ഥ വിജയത്തിലേക്കും മനസമാധാനത്തിലേക്കുമുള്ള വഴി എന്താണെന്ന് കാണിച്ചു തരുന്ന ഒരു മഹത്തായ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ മത്തായി 18:4 വചനം ഇങ്ങനെ പറയുന്നു: ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആകുന്നു. അഹങ്കാരത്തിൻ്റെ മുഖംമൂടികൾ അഴിച്ചുവെച്ച് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ലളിതമായി ജീവിക്കുന്നതിലാണ് യഥാർത്ഥ ശക്തിയെന്നും ബോധ്യപ്പെടുത്തുന്ന മനോഹരമായ വചനമാണിത്. കഫർന്നഹൂമിലെ ഒരു വീട്ടിൽ വെച്ച് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നതാണ് ഈ വചനത്തിൻ്റെ പശ്ചാത്തലം. ശിഷ്യന്മാർ തമ്മിൽ ഒരു രഹസ്യ തർക്കം നടന്നിരുന്നു. തങ്ങളിൽ ആരാണ് ഏറ്റവും വലിയവൻ, ആർക്കാണ് കൂടുതൽ അധികാരമുള്ളത് എന്നതായിരുന്നു അവരുടെ ചിന്ത. അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ ആരാകുന്നു ഏറ്റവും വലിയവൻ? തങ്ങളുടെ പദവികളെക്കുറിച്ച് അഹങ്കരിച്ച ശിഷ്യന്മാരുടെ നടുവിലേക്ക് യേശു ഒരു കൊച്ചുകുട്ടിയെ വിളിച്ചു നിർത്തി. പണ്ടുകാലത്തെ സമൂഹത്തിൽ കുട്ടികൾക്ക് യാതൊരുവിധ സാമൂഹിക പദവിയോ നിയമപരമായ അവകാശങ്ങളോ ഇല്ലായിരുന്നു. അവർ പൂർണ്ണമായും മാതാപിതാക്കളെ ആശ്രയിച്ച് കഴിഞ്ഞവരായിരുന്നു. ആ കുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു പറഞ്ഞു, സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും വേണ്ടി പരസ്പരം മത്സരിക്കുന്ന നിങ്ങളല്ല, മറിച്ച് ഈ കുട്ടിയെപ്പോലെ സ്വയം ചെറുതാകുന്നവനാണ് യഥാർത്ഥ വലിയവൻ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, ഈ വചനം നമ്മെ കാണിച്ചു തരുന്നു, നമ്മുടെ അഹങ്കാരം അല്ലെങ്കിൽ ഈഗോ ആണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. യേശു പറയുന്നു, ശിശുവിനെ പോലെ സ്വയം ചെറുതാക്കുന്നവൻ. അഹങ്കാരം നമ്മുടെ മനസ്സിനെ എപ്പോഴും ഭാരമുള്ളതാക്കും. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ഭയവും എപ്പോഴും എല്ലാം തികഞ്ഞവനായി നടക്കാനുള്ള ശ്രമവും നമ്മെ മാനസികമായി തളർത്തും. എന്നാൽ ഒരു കൊച്ചുകുട്ടിക്ക് ഇത്തരം ചിന്തകളൊന്നുമില്ല. അവർ ലളിതരാണ്. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറായിട്ടാണ് അവർ വരുന്നത്. സ്വയം ചെറുതാക്കുക എന്ന് വെച്ചാൽ തളർന്നു പോവുക എന്നല്ല അർത്ഥം, മറിച്ച് മറ്റുള്ളവരെ ബഹുമാനിക്കാനും അനാവശ്യമായ വാശികൾ മാറ്റിവെക്കാനുമുള്ള മനസ്സുണ്ടാവുക എന്നതാണ്. നമ്മുടെ കരിയറിലോ ബിസിനസ്സിലോ വലിയ വിജയങ്ങൾ നേടണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തിൻ്റെ ഭാരം നമ്മൾ ഇറക്കി വെക്കണം. ഒരു കുട്ടി തൻ്റെ പിതാവിനെ പൂർണ്ണമായി വിശ്വസിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ ഭയപ്പെടാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ നമുക്ക് സാധിക്കണം. ഈ വചനത്തിൽ നിന്നും കുറച്ചു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ദൈവരാജ്യത്തിലെ ശ്രേഷ്ഠത അല്ലെങ്കിൽ പൊസിഷൻ കണക്കാക്കുന്നത് നമ്മുടെ വിനയത്തെ ആശ്രയിച്ചാണ്. ലോകം പറയുന്നത് കൂടുതൽ അധികാരമുള്ളവൻ വലിയവൻ, കൂടുതൽ സമ്പത്തുള്ളവൻ വലിയവൻ, കൂടുതൽ പ്രശസ്തിയുള്ളവൻ വലിയവൻ. എന്നാൽ യേശു പറയുന്നു, തന്നെത്താൻ താഴ്ത്തുന്നവനാണ് വലിയവൻ. ദൈവരാജ്യത്തിൽ മഹിമയുടെ അളവുകോൽ വിനയമാണ്. വിനയമുള്ള മനുഷ്യൻ ദൈവത്തെ പൂർണ്ണമായി ആശ്രമിക്കുന്നു. വിനയമുള്ള മനുഷ്യൻ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നു. വിനയമുള്ള മനുഷ്യൻ പഠിക്കാൻ തയ്യാറാകുന്നു. ജീവിതത്തിൽ തെറ്റുകൾ തിരുത്തി അവൻ മാറാൻ തയ്യാറാകും. ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു, എന്നാൽ വിനയമുള്ളവർക്ക് അവൻ്റെ കൃപ നൽകുന്നു. 2, കുഞ്ഞിൻ്റെ മനസ്സ് ഉറച്ച വിശ്വാസത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും പ്രതീകമാണ്. യേശു ഒരു കുഞ്ഞിനെ ഉദാഹരണമായി എടുത്തത് യാദൃച്ഛികമല്ല. ഒരു കുഞ്ഞിന് ലാളിത്യമുണ്ട്, ഉറച്ച വിശ്വാസമുണ്ട്, ആശ്രയമുണ്ട്, കപടതയില്ല. ഒരു കുഞ്ഞ് തൻ്റെ മാതാപിതാക്കളെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ നാമും നമ്മുടെ സ്വർഗീയ പിതാവിൽ പൂർണ്ണമായി വിശ്വസിക്കണം, ആശ്രയിക്കണം. ചിലപ്പോൾ നാം നമ്മുടെ ബുദ്ധിയിലും കഴിവിലും സമ്പത്തിലും ആശ്രയിക്കുന്നു. എന്നാൽ യേശു പഠിപ്പിക്കുന്നത് ദൈവത്തിൽ എപ്പോഴും ആശ്രയിക്കാനാണ്. 3, അഹങ്കാരം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. ബൈബിളിൽ പല വീഴ്ചകളുടെയും കാരണം അഹങ്കാരമായിരുന്നു. ലൂസിഫറിൻ്റെ വീഴ്ചയ്ക്ക് കാരണം അഹങ്കാരമായിരുന്നു. നെബൂഖദ്നേസറിൻ്റെ വീഴ്ചയ്ക്ക് കാരണം അഹങ്കാരമായിരുന്നു.
പല രാജാക്കന്മാരും നേതാക്കളും അഹങ്കാരത്തിൽ നശിച്ചുപോയി. അഹങ്കാരം മനുഷ്യനെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നു: എനിക്ക് ദൈവത്തെ ആവശ്യമില്ല, എനിക്കെല്ലാം അറിയാം, എനിക്ക് ആരുടെയും സഹായം വേണ്ട, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. പക്ഷേ വിനയം പറയുന്നത് എനിക്ക് ദൈവം വേണം, ഞാൻ പഠിക്കേണ്ടവനാണ്, ഞാൻ ദൈവകൃപയാൽ എന്നും ജീവിക്കും. അടുത്തത്, യഥാർത്ഥ നേതാക്കൾ വിനയമുള്ളവരാണ്. യേശു തന്നെ വിനയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മാതൃകയാണ്. അവൻ ദൈവപുത്രനായിരുന്നിട്ടും ശിഷ്യന്മാരുടെ കാൽ കഴുകി, ദരിദ്രരോടൊപ്പം നടന്നു, അവരെ സൗഖ്യമാക്കി, രോഗികളെ സ്പർശിച്ചു, അവരെ സൗഖ്യമാക്കി, പാപികളെ സ്വീകരിച്ചു, അവസാനം ക്രൂശിൽ മരണം വരെ താഴ്ത്തപ്പെട്ടു. അതുകൊണ്ടാണ് ഫിലിപ്പർ 2:9 പറയുന്നത്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ദൈവത്തിൻ്റെ തത്വം തന്നെ ഇതാണ്: ആദ്യം വിനയം, പിന്നെ ഉയർച്ച. 5, വിനയം ബന്ധങ്ങളെ ശക്തമാക്കും. അഹങ്കാരം കുടുംബങ്ങളെ തകർക്കുന്നു, അഹങ്കാരം സൗഹൃദങ്ങളെ നശിപ്പിക്കുന്നു, അഹങ്കാരം സഭകളെ വിഭജിക്കുന്നു. എന്നാൽ വിനയം ക്ഷമിക്കാൻ പഠിക്കുന്നു, മറ്റുള്ളവരെ കേൾക്കാൻ പഠിക്കുന്നു, സ്നേഹിക്കാൻ പഠിക്കുന്നു, ഒരുമിച്ച് പ്രവർത്തിക്കാൻ പഠിപ്പിക്കുന്നു. വിനയം ആത്മീയ ജീവിതത്തിൻ്റെയും നല്ല ബന്ധങ്ങളുടെയും അടിത്തറയാണ്. പ്രപഞ്ചത്തിൻ്റെ നാഥനായിരുന്നിട്ടും ഒരു കൊച്ചു കുട്ടിയെ പോലെ സ്വയം താഴ്ത്തി ദാസന്റെ രൂപം സ്വീകരിച്ച് നമുക്ക് വേണ്ടി ക്രൂശിൽ അവസാന തുള്ളി രക്തം വരെ നൽകിയവനാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. അവൻ്റെ താഴ്മയാണ് നമ്മുടെ യഥാർത്ഥ വിജയത്തിൻ്റെ മാതൃക. അതുകൊണ്ട് ഇന്നു മുതൽ ഈ ലോകത്തിൻ്റെ കപടമായ മത്സരങ്ങളിൽ നിന്നും മാറി നിൽക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നാതെ നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുക. സ്വയം ചെറുതാകാൻ തയ്യാറാവുക. ദൈവം നമ്മെ കൃത്യസമയത്ത് ഉയർത്തും. ദൈവരാജ്യത്തിലെ മഹത്വം അധികാരത്തിലോ സമ്പത്തിലോ പ്രശസ്തിയിലോ അല്ല, അത് വിനയത്തിലാണ്. ഒരു കുഞ്ഞിനെ പോലെ ലളിതവും വിശ്വാസപൂർണവും ദൈവത്തിൽ ആശ്രയിക്കുന്നതുമായ ഹൃദയം ദൈവത്തിന് ഏറ്റവും പ്രിയമാണ്. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ അഹങ്കാരമോ വിനയമോ ആണ് കൂടുതൽ കാണപ്പെടുന്നത്? യേശുവിൻ്റെ മാതൃക പോലെ താഴ്മയിൽ നടക്കാൻ ഞാൻ തയ്യാറാണോ? നമുക്കൊരു കുഞ്ഞിനെ പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ വിനയപ്പെടാം. കാരണം ദൈവം വാഗ്ദാനം ചെയ്യുന്നു, ഈ കുഞ്ഞിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. കർത്താവ് നമ്മെ വിനയമുള്ള ഒരു ഹൃദയമുള്ളവരാക്കി തീർക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശു സ്വർഗീയ പിതാവേ, തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായി തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അഗാപ്പൻ ബ്ലെസ്സിങ്ങിലൂടെ ഈ വചനം കേൾക്കുന്ന മക്കളെയും ഇത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന മക്കളെയും ഈ നിമിഷത്തിൽ നിന്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. കർത്താവെ, നിന്റെ കൃപ നിന്റെ മക്കളിൽ ചൊരിഞ്ഞ് ഈ നിമിഷം കർത്താവെ നിന്റെ തൃപ്പാദത്തിൽ അവരെ മറച്ചുകൊള്ളണമേ. അവർ ഏത് സാഹചര്യത്തിലായിരുന്നാലും നിന്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾ കുറ്റങ്ങളും കുറവുകളും ഏറെ ഉള്ളവരാകുന്നു കർത്താവെ. ഈ ലോകത്തിൻ്റെ അഹങ്കാരം ഞങ്ങളിൽ ബാധിച്ചിട്ടുണ്ട് കർത്താവെ. ഞങ്ങൾക്ക് നിന്റെ സഹായം, വേറെ ആരുടെയും സഹായം വേണ്ട എന്ന് പലപ്പോഴും ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് കർത്താവെ. എങ്കിലും കർത്താവെ, നീ ഞങ്ങളെ വഴി കാണിച്ചു, നീ വചനത്തിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കർത്താവെ. നിന്റെ തൃപ്പാദത്തിലേക്ക് അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന സകലത്തെയും സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഒരു ശിശുക്കളെ പോലെ നിന്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കൊന്നും അറിയില്ല കർത്താവെ, നീ പഠിപ്പിച്ചു തരണമേ, നീ കാണിച്ചു തരണമേ, നീ ആലോചന പറഞ്ഞ വഴി നടത്തണമേ, പോകേണ്ടുന്ന വഴികളെ നീ അറിയിച്ചു തരണമേ കർത്താവെ. ഈ ലോകത്തിൻ്റെ മങ്ങളിൽ മുഴുകി ജീവിക്കാതെ, ജഡിക ഭോഗങ്ങൾക്ക് അധീനരായി ജീവിക്കാതെ നിന്റെ സാക്ഷികളായി ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് വചനം കേൾക്കുന്ന എല്ലാവരെയും നീ ഒരുക്കണമേ കർത്താവ്. എത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും കർത്താവ് നിന്റെ കൃപ നിന്റെ മക്കളിൽ ചൊരിയണമേ. ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും കഠിന പരീക്ഷകളിലും ആയിരിക്കുന്നവരെ പൂർണ്ണമായി വിടുതൽ നൽകണമേ. സന്തോഷവും സമാധാനവും എല്ലാ ഹൃദയങ്ങളിലും നൽകണമേ കർത്താവെ. സർവ്വവിധ രോഗങ്ങൾക്കും സൗഖ്യം കൊടുക്കണമേ. സാമ്പത്തിക പ്രശ്നങ്ങളാൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ കർത്താവെ നിന്റെ കൃപ മൂലം വഴി നടത്തണമേ. ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കൾക്ക് കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ കൃപ നൽകി അനുഗ്രഹിക്കണമേ. വിവാഹപ്രായത്തിൽ നല്ല ഭാവി കാണാത്ത മക്കളെ തക്ക തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് നല്ല ദാനമായി നിന്റെ കുഞ്ഞുങ്ങളെ കൊടുക്കണമേ കർത്താവെ. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളായിരിക്കുന്നവർക്ക് കർത്താവ് നിന്റെ കൃപ അയച്ച് സന്തോഷവും സമാധാനവും കർത്താവ് ഐകമത്യവും നീ പ്രദാനം ചെയ്യണമേ. നിന്റെ ചെറിയ മറവിൽ നിന്റെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ പങ്കാളികളെ സമർപ്പിക്കുന്നു കർത്താവെ. സഹോദരി സഹോദരങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ചാർച്ചക്കാരെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ അയൽക്കാരെ, ഞങ്ങളുടെ ദേശത്തെ പൂർണ്ണമായി നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ.
എല്ലാവരെയും നീ രൂപാന്തരപ്പെടുത്തണമേ. നിന്റെ കൃപ മൂലം അവരെ വഴി നടത്തണമേ. ഇത്രത്തോളം പരിപാലിച്ചതിനായി സ്തുതിക്കുന്നു കർത്താവേ. ഒരാത്മാവും നശിച്ചു പോകാൻ ഇടവരുത്തരുത് കർത്താവേ. നിന്റെ സൃഷ്ടികളാണ് ഞങ്ങൾ ഓരോരുത്തരും എന്ന് നീ ഓർക്കണമേ. ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. നിന്റെ മക്കളെ ഓരോരുത്തരെയും നീ ഈ നിമിഷം തന്നെ അഭിഷേകം ചെയ്യണമേ. നിന്റെ കൃപ മൂലം വഴി നടത്തണമേ നാഥ. ഇത്രത്തോളം നീ വഴി നടത്തിയതിനായ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച യേശുവിന്റെ പൂർണ്ണനാമത്തിൽ തന്നെ ആമേൻ.